അപ്പോൾ ഇതാ കുളിച്ചിറങ്ങി ഞാൻ അങ്ങനെ എല്ലാം എടുത്തിട്ട് ഓടിക്കുകയാണ്. ഞാനെന്നതാ അഖിലിനെ വിളിച്ചു വണ്ടി ഓടിക്കാൻ. കുറച്ചധികം കറക്കമുള്ളതുകൊണ്ട് കണ്ണെഴുതലൊക്കെ എനിക്ക് ആർന്ന് ചെയ്യാം. അപ്പോൾ ശരി, വരൂ നമുക്ക് പോവാം. കണ്ണെഴുതിയില്ലെങ്കിൽ ഞാൻ കരഞ്ഞ പോലെയാണെന്നാണ് എല്ലാവരും പറയുക. അപ്പം അതുകൊണ്ട് ഇല്ലില്ല പൊക്കോ, ഇല്ല പൊക്കോന്ന്. വണ്ടിയിലിരുന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ കണ്ണെഴുതാറുണ്ട്. എക്സ്പേർട്ടാണ്. ഭംഗിയായിട്ട് എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം. അടുത്തത് എന്താണ്, നമ്മളൊന്ന് കറങ്ങായ കാരണം, ഷൂട്ടല്ലാത്ത കാരണം ഒരു ലിപ് ബാമും കൂടെ ഇടാം. യെസ്, അപ്പം ആ ജോലിയും കഴിഞ്ഞു, നമ്മൾ റെഡിയായി. മുടിയിലൊരു ബാൻഡും കൂടെ ഇടാം. ബാൻഡ് ഇതാ കയ്യിലെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. ഓൾ സെറ്റ് എവിടെ അതാ. അപ്പം ഞാൻ ഇപ്പോൾ വരാം, നീ ഇവിടെ ഇരുന്നോ, വേഗം വരാം. അപ്പം നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാം. വെയില് ഈ എൻ്റെ അല്ലേ. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞാൻ എല്ലാ ഡീറ്റെയിൽസും എടുത്തു. ഓൾ കേരള, ഓൾ ഇന്ത്യ, എബ്രോഡിലേക്കും അയക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പം അപ്പം നമ്മളോട് ചോദിച്ചിരുന്നല്ലോ, ജർമ്മനി, മലേഷ്യ, ദുബായ് ഒക്കെ. അപ്പം അങ്ങടെ എല്ലാവർക്കും അയക്കാൻ പറ്റും. യെസ്. അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് എവിടെ പോകണമെന്ന് ആലോചിക്കാം. എനിക്ക് ഓയിൽ മസാജിന് പോകണം, പ്ലസ് മൈലാഞ്ചി തലവയില്. ഇത് സൗമ്യ എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പാർലറാണ് കേട്ടോ. ഞാനാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. സൗമ്യ വളരെ ആത്മാർത്ഥയോടുകൂടെ പണിയെടുക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് സൗമ്യയുടെ എല്ലാ ഗ്രോത്തും നല്ല രീതിക്ക് വരണം എന്നും സൗമ്യയുടെ ഗ്രോത്ത് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ നാട്ടിലുള്ളപ്പോഴൊക്കെ ഞാനിവിടെ പോവാറുണ്ട്. ഹലോ. അപ്പം നമ്മൾ സൗമ്യൻ്റെ പാർലറിലെത്തി. ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. ഫുൾ ഡ്രൈ ആണ്, ഫുൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഓയിൽ മസാജ്, ഹോട്ട് ഓയിൽ ചെയ്യാം. ഇവിടുന്ന് നേരെ ഇവൻസോർ എന്ന് പറയുന്ന ഒരു കടയിലേക്കാണ് പോണേ. എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ബോക്സസ് ഒക്കെ മേടിക്കാനുണ്ട്. ന്യൂ ഇയർ, ക്രിസ്മസ് ഗിഫ്റ്റുകളും കലണ്ടറും ഒക്കെ അയക്കാനായിട്ട്. അപ്പം ഇവൻസോറാണത്. ഫുൾ ക്രിസ്മസിയാണ് കേട്ടോ കട മുഴുവൻ. കുറേ സാധനങ്ങൾ മേടിക്കണം തോന്നി, ഞാൻ കുറേ മേടിക്കുകയും ചെയ്തു. പിന്നെയാണ് എനിക്ക് അബദ്ധം പറ്റിയത്. ഇവിടുത്തെ നല്ല കളക്ഷൻസ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ കുറേ എല്ലാ റേഞ്ചിലും ഉണ്ടായിരുന്നു, എല്ലാ പ്രൈസിനും ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്രിസ്മസ് സമയത്ത് ഹെൽപ്ഫുൾ ആവുന്നൊരു കടയായിരിക്കും ഇത്. ഞാൻ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം തിരിച്ച് വെച്ച് ഗിഫ്റ്റ് ബോക്സ് മാത്രം വാങ്ങിച്ച് നമുക്കിതാ അടുത്ത സ്ഥലത്തേക്ക് പോവാം. പാർലർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇവൻറ്റ് സ്റ്റോറിൽ പോയിട്ട് ഗിഫ്റ്റ് ബോക്സസ് മേടിച്ചു. ക്രിസ്മസിനുള്ള സാധനങ്ങൾ മേടിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ക്രിസ്മസിന് ഞാൻ വീട്ടിൽ പോകുന്നില്ലല്ലോ എന്നുള്ളത്. ആക്ച്വലി അവിടെ വെച്ചിട്ട് എൻ്റെ കസിൻ്റെ ഹസ്ബൻഡിനെ കണ്ടു. അപ്പം പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇപ്പോഴാണ് വീട്ടിൽ പോകണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു 27, 28 ഒക്കെ ആവുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ എന്തിനാണ് കുറേ ക്രിസ്മസിനുള്ള സാധനങ്ങൾ മേടിച്ചത് എന്നുള്ളത്. അങ്ങനെ അതൊക്കെ അവിടെ തിരിച്ചു വെച്ചു. ബോക്സ് മാത്രം മേടിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ്.
കറക്റ്റ് ടൈമിങ്. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ബ്രോഡ്വേയിലേക്കാണ്. ബ്രോഡ്വേയിൽ പോയിട്ട് കുറച്ച് ബുക്സും നമ്മുടെ കലണ്ടേഴ്സിൻ്റെ കവർ ചെയ്യാനുള്ള കൊറിയർ കവറും ഒക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു അബദ്ധം കാണിച്ചു, മാസ്ക് എടുത്തില്ല. ഭയങ്കര പൊടിയായിരിക്കും. എനിക്കാണെങ്കിൽ ഓൾറെഡി പൊടിയടിച്ചിട്ട് ഇത്തിരി കോൾഡ് പോലെ ഉണ്ടേനും. പോയി നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് പോകേണ്ടത് സെൻറ്റ് ഫ്രാൻസിസ് പ്രസ്സിലാണ്. അവിടുത്തെ കുറച്ച് പേപ്പേഴ്സ് നോക്കാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കവർ ചെയ്യാനുള്ള കൊറിയർ ബാഗ്സ് കവർ വാങ്ങിക്കണം. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഡയറി കാണുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ന്യൂ ഇയർ ഡയറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ന്യൂ ഇയർ ഡയറി മേടിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ അവിടുത്തെ പണി കേട്ടോ. അപ്പം നമ്മൾ എവിടെ എത്തി? ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി, എറണാകുളത്ത്. സുഭാഷ് പാർക്കിൻ്റെ അവിടെ എത്തി. നേരെ മുന്നിൽ, ഞാൻ ഇതുവരെ സുഭാഷ് പാർക്ക് പോയിട്ടില്ല. സുഭാഷ് പാർക്ക്. അപ്പോൾ ബ്രോഡ്വേ എത്താറായി. ഇങ്ങനെ തിരക്കില്ലാണ്ട് ഇത്ര കാലിയായിട്ട് ഞാൻ ബ്രോഡ്വേ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഇത്ര തിരക്കൊഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വലിയ ലിസ്റ്റ് ഉണ്ടാക്കായിരുന്നു, എല്ലാ കടകളിലേക്കുള്ള പ്ലാൻ ഇടായിരുന്നു എന്നൊക്കെ. ഞാൻ പിന്നെ കുറേ ആലോചിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല മേടിക്കേണ്ട സാധനങ്ങൾ. ആൻഡ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് മനസ്സിൽ നിൽക്കുന്ന കാരണം എനിക്ക് വേറെ ഒന്നും ആലോചിക്കാനും പറ്റണില്ല. ആൻഡ് ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ, ഇവൻസോർ ആണെങ്കിലും ഈ സെൻറ്റ് ഫ്രാൻസിസ് ആണെങ്കിലും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഓപ്ഷൻസോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് വരുന്ന സമയത്ത്, ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം ഒക്കെ വരുന്ന സമയത്ത് എൻ്റെ സ്ഥിരം വരുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. അതുകൊണ്ടാണ് എനിക്ക് നേരെ ഓടി വന്ന് ഏത് ഷെൽഫാണെന്ന് തന്നെ എനിക്കറിയാം. നേരെ ആ ഏരിയയിലേക്ക് പോയി എൻ്റെ സാധനം എടുത്തിട്ട് ഓടാൻ പറ്റുന്നത് അത്ര എളുപ്പമാണ് എനിക്കിവിടെ. അപ്പം നമ്മളുടെ ഇതൊക്കെ കലണ്ടറിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്താല്ലേ, ഞാനിങ്ങനെ ബ്രോഡ്വേ ആദ്യമായിട്ട് കാണാൻ കേട്ടോ, അത്ര തിരക്കില്ലാണ്ട്. അതിൻ്റെ ഒരു ആവേശമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്ക്, കാലി ഇങ്ങനെ കിട്ടുകയില്ല കാണാൻ എറണാകുളത്ത് ബ്രോഡ്വേ. അപ്പം എന്തായാലും അഖിൽ വന്നു. ഈ വഴിയും ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ട്രാവൽ ചെയ്യണത്. പണ്ട് കൊച്ചിയിൽ വന്ന സമയത്തൊക്കെ സ്ഥിരം കോൺവെൻറ്റ് ജംഗ്ഷനും ഗുഡ്വില്ലും ഇവിടുത്തെ കടകളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വരാറേ ഇല്ല, കുറേ ആയി. ഒന്ന് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലസ് ലുലുമൊക്കെ വന്ന കാരണം അങ്ങനെ മാറി. ഇതത്ര കൊച്ചിയിലെ ആദ്യത്തെ മോള് എസ്പ്ലനേഡ്. ഇതും പിന്നെ മറൈൻ ഡ്രൈവ്. ഇനി ചപ്പാത്തി മേടിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പം ഇതാണ് കടവന്ത്രയിൽ ചപ്പാത്തി പോയിൻ്റ്, എൻ്റെ ഒരു വേറെ സ്ഥിരം സ്ഥലം. അങ്ങനെ നമ്മൾ കളറിങ്സിലെത്തി. കളറിങ് ഇവിടെയാണ് നമ്മൾ കലണ്ടർ പ്രിൻ്റ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ്. ഹലോ, ഹായ്. ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു. അല്ല, കലണ്ടർ പ്രിൻ്റ് ചെയ്യണ സ്ഥലം. അങ്കിളിൻ്റെ സീസൺ സമയമാണല്ലോ, കിളി പോയി നിൽക്കുകയാണ് കേട്ടോ, കുറേ ഓർഡേഴ്സും ഇതൊക്കെ ആയിട്ട്. അപ്പം അത് കലണ്ടർ, ഇതാണ് നമ്മുടെ ബില്ലടക്കം. അത് കഴിഞ്ഞ് ഓടി ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് എനിക്കൊരു ബ്ലാക്ക് ബ്ലൗസ് എടുക്കണമായിരുന്നു. V-Starൽ കിട്ടുമെന്ന് പറഞ്ഞു, അവിടെ പോയി മേടിച്ചു. ഒരു ലോഡ് സാധനങ്ങളും ഞാനും തളർന്ന കാറിലിരിക്കുകയാണ്. പകുതി സാധനങ്ങൾ എൻ്റെ മടിയിൽ തന്നെ ഉണ്ട്. ഇവിടെ ഫുൾ സാധനങ്ങൾ. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ മേലെത്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ എവിടേക്കോ പോയി. എവിടേക്കോ ഞാൻ വീഡിയോ എടുത്തു, എവിടേക്കോ ഞാൻ എടുക്കാൻ മറന്നു. വീട്ടിലെത്തി കലണ്ടറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് പാക്കിങ് തുടങ്ങി. ഇന്ന് പാക്ക് ചെയ്യണം, നാളത്തേക്ക് അയക്കാനുള്ളതൊക്കെ. ഇപ്പം ഞാൻ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ട് ഉറങ്ങാൻ പോവാം. ഇത്രയും സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് കൊടുന്നത് കൊണ്ടാണ്. ഇതാ നമ്മുടെ കലണ്ടർ കേട്ടോ. ഇത്രയും സാധനങ്ങൾ, ഇത് പകുതിയേ ഉള്ളൂ, പകുതി കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഇത്രയും സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അങ്ങനെ മുകളിലെത്തി. ഒരു കാര്യം മറന്നു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്ന്. അപ്പം ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഇതൊക്കെ കണ്ടു, കൊണ്ടുവന്നതിൻ്റെ ക്ഷീണങ്ങളാണിതൊക്കെ. 2-3 ഡ്രസ്സ് ഇവിടെ വെച്ചു. അപ്പം ഞാൻ എന്തെങ്കിലും കഴിക്കുന്ന പണി ആദ്യം നോക്കട്ടെ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഉറങ്ങി എണീറ്റ് രാവിലെ ആയിരിക്കും കേട്ടോ ഞാൻ ചെയ്യുക. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. കൈ ഫ്രീ അല്ലാത്ത കാരണം ഞാനിങ്ങനെ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിരുന്ന് കൊറിയർ അയച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒക്കെ ഒരു ഭംഗിയിൽ എസ്തെറ്റിക്കലി സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് എനിക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പം അങ്ങനെ
നമ്മളുടെ ഈ വർഷത്തെ ആദ്യത്തെ സെറ്റ് ഓഫ് കലണ്ടേഴ്സ് നമ്മൾ കൊറിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം കൊറിയർ പാക്സും എല്ലാം ഇത്തവണ പുതിയതാണ്. കഴിഞ്ഞ തവണ ഞാൻ ക്ലോത്ത് ബാഗ് പോലത്തെ ഒരു സാധനമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ കുറച്ചും കൂടെ നനയൊന്നും ചെയ്യാത്ത ഒരു പ്രോപ്പർ കൊറിയർ പാക്കേജിനെ മേടിച്ചു ഞാൻ. അങ്ങനെ ഓരോരുത്തരുടെ അഡ്രസ്സ് എനിക്കറിയില്ല, പ്രിൻ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ഞാൻ തന്നെ എഴുതുന്നതാണ് ഇഷ്ടം. അപ്പം ഈ ആളുകളുടെ പേരും സ്ഥലപ്പേരും ഒക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ആൻഡ് എല്ലാവരും ഇംഗ്ലീഷിലാണ് അഡ്രസ്സ് അയച്ചിരുന്നത്. ഒരു അഡ്രസ്സ് മാത്രം മലയാളത്തിലുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഒരു മലയാളം അഡ്രസ്സ് എഴുതുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ. ഞാൻ പൊതുവേ റെഡിങ്ങിൻ്റെ ആളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ലെറ്ററൊക്കെ അയക്കുമ്പം, കൊറിയറൊക്കെ അയക്കുമ്പോൾ ബ്ലൂവോ ബ്ലാക്കോ വേണമെന്ന്. അപ്പം അങ്ങനെ ആദ്യം അഡ്രസ്സ് എഴുതി വെക്കും. അത് കഴിഞ്ഞ് കലണ്ടർ പാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് കൊറിയറിലിടും, അഡ്രസ്സ് ഇടും, സീൽ ചെയ്യും. ഇങ്ങനെയാണ് പാക്കിങ്. എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക അല്ലേ? അപ്പം അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് കലണ്ടേഴ്സാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. നമ്മുടെ കലണ്ടർ അയക്കാൻ പോവാണ്. ഞാൻ ഈ സെറ്റ് പോസ്റ്റ് ഓഫീസിലാണ് ഇത്തവണ അയക്കുന്നത്. കഴിഞ്ഞ തവണ DTDCയിൽ അയച്ചത്. അപ്പം പോസ്റ്റ് ഓഫീസ് കുറച്ചും കൂടെ സ്പീഡിൽ പോലെ എനിക്ക് തോന്നി. പിന്നെ അതുമല്ല, എല്ലാ റിമോട്ട് സ്ഥലങ്ങളിലും പോസ്റ്റ് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ DTDC കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ സ്പീഡ് പോസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം അങ്കിളെ ഈ കീ എടുത്തോളൂ ഫ്ലാറ്റിൽ. അപ്പം സ്പീഡ് പോസ്റ്റ് കിട്ടും. അപ്പം അതാണ് ഇത്തവണ സ്പീഡ് പോസ്റ്റിലേക്ക് അയക്കാൻ നോക്കണത്. ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാം. അപ്പോൾ അതാ നിങ്ങളുടെ കയ്യിലേക്ക് കലണ്ടേഴ്സ് വന്ന് തുടങ്ങായി. ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കണം. ടാറ്റാ ബൈ. കലണ്ടേഴ്സിനും നിങ്ങൾക്കെല്ലാം